ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10th ഫിസിക്സ് ചാപ്റ്റർ 1 തുടങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് മോഷനെ പറ്റിയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരാം. നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗചലനം എന്നാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. A child conducted an experiment in connection with the transmission of sound in the school science club. A scene during the experiment is illustrated here. അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ലൈറ്റ് ബോൾസ് ഇൻസൈഡ് എ ലോങ് ട്രാൻസ്പാരൻറ്റ് ട്യൂബ് ക്ലോസ്ഡ് ടു വൺ എൻഡ്. ഒരു ട്രാൻസ്പാരൻറ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പേപ്പർ ബോൾസ് നിറച്ചിരിക്കുകയാണ് അല്ലേ. പാസ് എ ലൗഡ് സൗണ്ട് വിത്ത് യൂണിഫോം ഫ്രീക്വൻസി ത്രൂ ദ ഫ്രീ എൻഡ് ഓഫ് ദ ട്യൂബ്. ഈ ഫ്രീ എൻഡിൽ കൂടെ നമ്മളൊരു സൗണ്ട് പാസ് ചെയ്യിക്കുന്നുണ്ട് യൂണിഫോം ഫ്രീക്വൻസിയിൽ. ദ പേപ്പർ ബോൾസ് ആർ സീൻ vibrating back and forth from their equilibrium position without moving the paper balls to the other end. They are found to be close in some regions and apart in some other regions alternately. How is it formed എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ട്യൂബ് ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ സൈഡ് നമ്മളൊരു സൗണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സൗണ്ട് അതിൽ കൂടെ സൗണ്ട് എനർജിയാണ് പോകുന്നത് എന്ന് മനസ്സിലായി. ഈ സൗണ്ട് എനർജി പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പേപ്പർ ബോൾസൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മൂവ് ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത് വൈബ്രേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എനർജി ട്രാൻസ്ഫർ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് എന്താ വേവ് മോഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു അടുത്തൊരു ആക്ടിവിറ്റി പറഞ്ഞേക്കാണ്. ഒരു സ്ലിങ്കി, നിങ്ങൾക്ക് ഈ സ്പ്രിങ് പോലെ കാണുന്നതാണ് സ്ലിങ്കി എന്ന് പറയുന്നത്. അത് സ്ട്രെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാണുന്ന പോലെ കംപ്രസ് ആൻഡ് റിലീസ് എ ഫ്യൂ കോയിൽസ് അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ലിങ്കി. നോട്ടീസ് ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ ദ സ്ലിങ്കി. മൂവ് വൺ എൻഡ് ഓഫ് ദ സ്ലിങ്കി ബാക്ക് ആൻഡ് ഫോർത്ത് ഷോൺ ഇൻ ഫിഗർ 1.8. ഇങ്ങനെ വലിച്ചു കഴിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഡോണ്ട് യു സീ ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ ദ സ്ലിങ്കി മൂവിങ് ഫ്രം വൺ എൻഡ് ടു അനദർ? ഒരു ഡിസ്റ്റർബൻസ് കാണുന്നുണ്ടോ? ചില സൈഡിൽ നല്ല കട്ടിയിലും ചില സൈഡിൽ എന്താ പറയുക അകലായിട്ടാണ് കാണുന്നത് അല്ലേ. ആർ ദ കോയിൽസ് ഇൻ ദ സ്ലിങ്കി മൂവിങ് ടുവാർഡ്സ് ദ അതർ ആൻഡ് അലോങ് വിത്ത് ദ ഡിസ്റ്റർബൻസസ്? ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഈസ് വൺ പാർട്ട് ഓഫ് ദ സ്ലിങ്കി spreads to other parts without any displacement of the coil. Here the energy received in one part of the medium spread to other parts by transferring it to the adjacent parts and so on. നമ്മളിങ്ങനെ വലിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്സ്. അപ്പോൾ അതിനെയാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരു പാർട്ടിൽ നിന്ന് അപ്പുറത്തെ പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. The continuous propagation of energy from one part to other parts through oscillation is called wave motion. അപ്പോൾ എന്താണ് വേവ് മോഷൻ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഡെഫിനേഷൻ നോക്കുക. The continuous propagation of energy from one part to the other parts through oscillation. അവിടെ ഓസിലേഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലേ. അതിനെയാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരിക? ഒന്ന് റേഡിയോ വേവ്സ് ആണ്, പിന്നെ സീസ്മിക് വേവ്സ് ആണ്, പിന്നെ ലൈറ്റ് വേവ്സ് ആണ്. ലൈറ്റ് വേവ്സ് വരുന്നുണ്ട്, പിന്നെ സൗണ്ട് വേവ്സ്, പിന്നെ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് ദി വാട്ടർ. ഓക്കെ, ഡു ഓൾ ദീസ് വേവ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ? ഈ എല്ലാ വേവ്സിനും മീഡിയം വേണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ, അപ്പോൾ നമ്മൾ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ വേവ്സിന് നമ്മൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ വേവും മറ്റേത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നതാണ് യാന്ത്രിക തരംഗങ്ങൾ. മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നതാണ് യാന്ത്രിക തരംഗങ്ങൾ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നതാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. സോ
ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, എക്സ് റേസ് ആൻഡ് ഗാമ റേസ്. അതിന് മീഡിയം ആവശ്യമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ പഠിച്ചേക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്മിഷന് വേണ്ടി എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. പക്ഷെ മെക്കാനിക്കൽ വേവ്സിന് എന്തിൻ്റെ ആവശ്യമുണ്ട്? മീഡിയം വേണം, മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. മെക്കാനിക്കൽ വേവ്സ് 2 ടൈപ്സേ ഉള്ളൂ. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും മറ്റേത് ട്രാൻസ്വേഴ്സ് വേവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മേലത്തെ ബോക്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ് മീഡിയം വേണ്ടത്? മീഡിയം വേണ്ടാത്തതും. വേവ്സ് ഡു നോട്ട് റിക്വയർ മീഡിയത്തിൽ മൈക്രോവേവ്സും ഇൻഫ്രാറെഡ് റേസും വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റ് റേസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി മറ്റേതിൽ സീസ്മിക് വേവ്സ് ആഡ് ചെയ്യാം. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനും ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അടുത്തത് മെക്കാനിക്കൽ വേവ്സ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മെക്കാനിക്കൽ വേവ്സ് ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് കേട്ടോ. ഫസ്റ്റ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്നാണ് പറയുക. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഡിഡ് ദ കോയിൽ ഇൻ ദ സ്ലിംഗി മൂവ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ സ്ലിംഗി മൂവ് ചെയ്യണ കാര്യം പറഞ്ഞു. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ which the particle in the medium vibrate parallel to the direction of the propagation of the wave എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ലിംഗിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വേവ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ്ങും എങ്ങനെ തന്നെയാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഡയറക്ഷൻ പാരലൽ ഡയറക്ഷനിൽ തന്നെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പറയണതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് കേട്ടോ. We have studied that sound requires a medium for transmission. Let us how sound travels through air. Observe the picture. നമുക്ക് ഇവിടെ ഒരു ഫിഗർ 1.9 കൊടുത്തിട്ടുണ്ട്. As the prong of the tuning forks move from the equilibrium position to the side A, the air pressure on that side എന്താ ഉണ്ടാവുക? നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ട്യൂണിങ് ഫോക്സ് മൂവ് ചെയ്യാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ. അപ്പോൾ എയർ പ്രഷർ എയുടെ സൈഡിൽ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് അബൌട്ട് ദ എയർ പ്രഷർ ഓൺ സൈഡ് എ വെൻ ദ സെയിം പ്രോങ് മൂവ്സ് ടു സൈഡ് ബി? പക്ഷെ അത് ബിയുടെ അവിടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? എയുടെ അവിടുത്തെ പ്രഷർ കുറയും, ബിയുടെ അവിടേക്കാവും പ്രഷർ വരുന്നത്. സോ അവിടെ വരുന്നത് ഡിക്രീസസ് എന്നാണ് കേട്ടോ. വെൻ ദ പ്രോങ്സ് ഓഫ് ദ ട്യൂണിങ് ഫോക്ക് വൈബ്രേറ്റ് കണ്ടിന്യൂസ്ലി ആർ ഇൻ ദ റീജിയൻ ഓഫ് ഹൈ ആൻഡ് ലോ പ്രഷർ ഫോംഡ് ഇന്റർമീഡിയറ്റ്ലി ഇൻ ദ എയർ. അവിടെ എന്തുണ്ടാവും? ഹൈ പ്രഷർ ഫോം ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടാവും ഹൈ പ്രഷർ. ഇപ്പം നമ്മൾ പറഞ്ഞു എയുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ എ ആണ്, മൂവ് ചെയ്യുമ്പോൾ ബിയുടെ അവിടേക്ക് മാറും. അപ്പോൾ ഹൈ പ്രഷറുള്ള ഏരിയനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. ലോ പ്രഷറുള്ള ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഹൈ പ്രഷറുള്ള ഏരിയനെ കംപ്രഷൻ എന്ന് പറയും, ലോ പ്രഷറുള്ള ഏരിയനെ റെയർ ഫ്രാക്ഷൻ എന്നും പറയും കേട്ടോ. കമ്പയർ ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ലിംഗി വിത്ത് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ tuning fork in the air. Sound from a source create continuous and regular pressure variation in the air. A region of high pressure is created where the distance between the air molecule decreases. Such regions are called compressions. A region denoted by C in the figure and a region of low pressure is called rarefaction. The region denoted by R ട്ടോ. denoted by R. അവിടെയാണ് എന്തുണ്ടാവുന്നത്? ആറിൻ്റെ ലോ പ്രഷർ ആണ് ഉണ്ടാവുന്നത്. സൗണ്ട് ട്രാവൽസ് ത്രൂ എ മീഡിയം ഫോമിംഗ് ആൾട്ടർനേറ്റീവ് കംപ്രഷൻ ആൻഡ് rarefaction. You have now understood that sound is a longitudinal wave. സൗണ്ട് അപ്പം നമ്മൾ മീഡിയം ആവശ്യമുള്ളത് ഏതൊക്കെ പറയാം? സീസ്മിക് വേവ് പറയാം, പിന്നെ സൗണ്ട് വേവ്സും പറയാം കേട്ടോ. ആ ബോക്സിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ എന്താണ്? പ്രഷർ കുറവുള്ള ഭാഗത്തിന് പറയണത് റെയർ ഫ്രാക്ഷനും പ്രഷർ കൂടിയ ഭാഗത്തിന് പറയണത് കംപ്രഷനാണ്. ഇവിടെ എവിടെയാണ്? സീലാണ് കംപ്രഷൻ വരുന്നത്. ലാസ്റ്റ് ആയപ്പോൾ എന്തായി? റെയർ ഫ്രാക്ഷനായി. അപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്.
അപ്പോൾ ഈ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഏതില പാരലൽ ടു ദ ഡയറക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടത്. ഇനി ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ആണി അവിടെ ചെറുട് കെട്ടിയിട്ടുണ്ട്, ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ഫിറ്റ്സ് എ സ്പ്രിംഗ് വെർട്ടിക്കലി ഓൺ എ ടേബിൾ യൂസിങ് എ നെയിൽ, ടൈ വൺ എൻഡ് ഓഫ് ദ സ്ട്രിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ സ്ട്രിംഗ് ആൻഡ് അതർ ടു എൻഡ് എ 50 gram slotted weight. Pass the string through the pulley fixed at the end of the table as shown in the figure. Press and release the spring continuously. അപ്പോൾ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്ട്രെച്ചിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സ്ട്രിങ് വിത്ത് റെസ്പെക്ട് ടു ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ അത് മൂവ്മെൻ്റ് അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? അപ്പ് ആൻഡ് ഡൗൺ ആണല്ലേ. അപ്പോൾ പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ വരിക? പെർപെൻഡിക്കുലർ മൂവ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. പെർപെൻഡിക്കുലർ മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരും, അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പർ പോർഷന് നമ്മൾ എന്ത് പറയും? ക്രസ്റ്റ് എന്നും ഡൗൺ പോർഷന് ടഫ് എന്നുമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. Does each point on the string move parallel or perpendicular to the direction of the propagation of the wave formed in the string? Do the particles on the string undergo resultant translatory motion other than moving vertically up and down from their equilibrium position എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ പോർഷന് ക്രസ്റ്റ് എന്നും ഡൗണർ പോർഷന് ടഫ് എന്നും പറയും. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? വെൻ എ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അപ്പോൾ വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് കേട്ടോ. അതിനെ പറയുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന്. ഒബ്സർവ് ദ ട്രാൻസ്വേഴ്സ് വേവ്. ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ പോർഷന് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, ലോവർ പോർഷന് നമ്മൾ എന്താ പറയുക? ട്രഫ് എന്ന് പറയും. ലോവർ പോർഷന് ട്രഫ് എന്ന് പറയും കേട്ടോ. പ്ലേസ് എ സ്ലിംഗി ഓൺ ദ ടേബിൾ, സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് ഇറ്റ്, ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി, ഓസിലേറ്റ്. ആർ ദ കോയിൽസ് മൂവിങ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫോം ക്രിയേറ്റഡ്? പെർപെൻഡിക്കുലർ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ആണ് അവിടെ ഫോം ചെയ്യുക? ട്രാൻസ്വേഴ്സ് വേവ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒക്കെ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. കംപ്രഷനും റെയർഫാക്ഷനും ഏതിലാണ് വരുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലാണ് വരുന്നത്. ക്രസ്റ്റും ടഫും ട്രാൻസ്വേഴ്സ് വേവിലാണ്. പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ലോഞ്ചിറ്റ്യൂഡിനലാണ്. നോ പ്രഷർ വേരിയേഷൻ ഒക്കെ. ട്രാൻസ്വേഴ്സിൽ പ്രഷർ വേരിയേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ലോഞ്ചിറ്റ്യൂഡിനലിൽ എന്തുണ്ടാവുന്നുണ്ട്? പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ്, പീരീഡ് എന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. താങ്ക് യു.